ഹലോ, ഇന്ന് നമുക്ക് നല്ല ചട്ടിച്ചോറ് ഉണ്ടാക്കിയാലോ. അപ്പം വേഗം വീഡിയോയിലിട്ട് പോവാം. ആദ്യം കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് അതിലേക്ക് വെള്ളരി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളരി വേവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. വീണ്ടും അത് രണ്ടും വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അരപ്പ് ഉണ്ടാക്കാം. അതിലേക്ക് തേങ്ങ, ചെറിയുള്ളി, പിന്നെ ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇനി വെള്ളരിയും ചെമ്മീനും ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പൊഴിക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ പുളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇനി നമുക്ക് കാച്ചി ഒഴിക്കാം. ആദ്യം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കാം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ തുറക്കാൻ പാടുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ഉണ്ടാക്കാം. അതിന് ഞാൻ അയിലയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ഗരം മസാല, ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ലൂസാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ആയിക്കഴിഞ്ഞാൽ മീനിലേക്ക് പരട്ടി കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ പരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ചെറിയുള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി, ചെമ്മീൻ, കറിവേപ്പില, പിന്നെ തേങ്ങ ഇതെല്ലാം കൂടിയിട്ട് ആദ്യം നമുക്ക് ക്രഷ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ചെറിയൊരു കഷ്ണം പുളി ചേർത്തൊട്ടിട്ട് നല്ലോണം ക്രഷ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ മീൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മീൻ ഫ്രൈയും ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ നല്ല നാടൻ ചോറും കറിയും വറവും മീൻ പൊരിച്ചതും പിന്നെ ചമ്മന്തിയും പപ്പടവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.